മുനമ്പം വഖഫ് വിഷയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന് ചേരും. മുനമ്പം സമരസമിതി നേതാക്കളടക്കം യോഗത്തിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും സൂര്യഗായത്രിയാണ് ചേരുന്നത്. സൂര്യ, ഹൈക്കോടതി വിധി ആശ്വാസകരമായിരുന്നു. സമരസമിതി നേതാക്കളടക്കം ഈ മന്ത്രിയുടെ അടുത്ത്, നിയമമന്ത്രിയുടെ അടുത്ത് ഈ ആശംസ അല്ലെങ്കിൽ തങ്ങളുടെ ഒരു ഐക്യദാർഢ്യം അറിയിക്കുന്ന ഒരു കാര്യമൊക്കെ ഉണ്ടായി. അവരുടെ ഓഫീസിലെത്തി അറിയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. എന്തായാലും കമ്മീഷൻ, സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയായിരിക്കും ഇന്ന് ഈ യോഗത്തിൽ പ്രധാനപ്പെട്ട അജണ്ടയായി ഉണ്ടാവുക? കാളിദാസ് പറഞ്ഞതുപോലെ മുനമ്പം വിഷയത്തിൽ ഭൂമി ഉടമകൾക്ക് അനുകൂലമായിട്ടുള്ള ഹൈക്കോടതി വിധിക്ക് നടപടികൾ സ്വീകരിച്ച സംസ്ഥാന സർക്കാരിന് നിയമമന്ത്രി പി രാജീവിന്റെ കളമശ്ശേരിയിലെ MLA ഓഫീസിലെത്തിയാണ് സമരസമിതി ഭാരവാഹികൾ നന്ദി അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുവരെ എന്തൊക്കെ നടപടികളാണോ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തങ്ങൾക്ക് വേണ്ടി ചെയ്ത് അതിനൊക്കെ തന്നെ പൂർണ്ണ തൃപ്തിയുണ്ട് എന്നുള്ളതാണ് സമരസമിതി അറിയിച്ചത്. അത് ഫാദർ ആന്റണി സേവ്യർ കറയിലിന്റെ നേതൃത്വത്തിൽ തന്നെ സംഘം മന്ത്രിയെ വന്ന് കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ ശാശ്വത പരിഹാരത്തിന് വഴിയൊരുക്കുന്ന ഉത്തരവാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിൽ സന്തോഷമുണ്ട് ഈ ഭൂമുടമകൾക്ക്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ ശുപാർശകൾ നടപ്പാക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നതിനെ കുറിച്ചാണ് ഇന്നിപ്പോൾ ചേരുന്ന യോഗം പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് എത്തരത്തിലൊരു ശാശ്വത പ്രശ്ന പരിഹാരം ഉണ്ടാക്കാം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത്. കമ്മീഷൻ നേരത്തെ തന്നെ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ കമ്മീഷനെ നിയോഗിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്ന സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീലിൽ കമ്മീഷൻ പ്രവർത്തനം തുടരാമെന്ന് നേരത്തെ തന്നെ ഹൈക്കോടതി ഉത്തരവിടുകയും അതേ തുടർന്നാണ് കമ്മീഷൻ തങ്ങളുടെ പ്രവർത്തനം തുടരുകയും റിപ്പോർട്ട് തയ്യാറാക്കുകയും അത് സർക്കാരിന് കൈമാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കമ്മീഷന്റെ ശുപാർശകൾ അത് എത്തരത്തിൽ നടപ്പാക്കാൻ സർക്കാരിന് അധികാരമുണ്ട് എന്നത് സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തന്നെ സന്തോഷത്തിലാണ്, ആശ്വാസത്തിലാണ് ഈ ഭൂമുടമകൾ ഉള്ളത്. ഇന്നിപ്പോൾ സർക്കാർ ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനങ്ങൾ കൂടി അവർക്ക് അനുകൂലമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ ഉള്ളത്. സൂര്യ, ഇന്ന് മുഖ്യമന്ത്രി വിളിച്ച 2 ഉന്നതതല യോഗമാണുള്ളത്. അതിൽ ഒന്നാണ് ഈ മുനമ്പം വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട ആ ഉന്നതതല യോഗം. മറ്റേത് ഭിന്നശേഷി അധ്യാപക സംവരണ പ്രശ്നത്തിൽ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗമാണ്. അതിന്റെ വിവരങ്ങൾ കൂടി സൂര്യഗായത്രി. രണ്ട് പ്രധാന യോഗങ്ങളാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൽ ഭിന്നശേഷി സംവരണവും നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ തന്നെ നീക്കങ്ങളൊക്കെ തന്നെ ഉണ്ടായതാണ്. ഈ ചങ്ങനാശ്ശേരി അതിരൂപത ആസ്ഥാനത്ത് എത്തിയാണ് മന്ത്രി വി ശിവൻകുട്ടി ആർച്ച് ബിഷപ്പ് തോമസ് തറയിലിനെ കണ്ടതും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഒരു യോഗം വിളിച്ച് ചേർത്തിട്ടുണ്ട്. ഈ യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയാകും. എത്തരത്തിൽ ഭിന്നശേഷി സംവരണ നിയമനം തർക്കങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ട് ഇന്നിപ്പോൾ തീരുമാനങ്ങൾ എടുക്കാനാണ് സാധ്യത. ക്രൈസ്തവ സഭ മാനേജ്മെന്റുകൾ ജാതി മതവും വെച്ച് വിരട്ടാൻ നോക്കേണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലാണ് മന്ത്രി തന്നെ നേരിട്ട് ഒരു സമവായ നീക്കം നടത്തുകയും ചർച്ച നടത്തുകയും അത് അനുകൂലമായിട്ട് പിരിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്നിപ്പോൾ മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തിയതിന് പിന്നാലെ മുഖ്യമന്ത്രി തന്നെ ഇന്നിപ്പോൾ ഉദ്യോഗസ്ഥരുടെയും ഉൾപ്പെടെയുള്ള അവരെ വിളിച്ചു ചേർത്ത് യോഗം ചേരുകയാണ്. ഈ യോഗത്തിന് ശേഷം ഇതിനൊരു പ്രശ്ന പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ്. പ്രശ്ന പരിഹാരം ഉണ്ടാക്കാൻ തന്നെയാണ് മുഖ്യമന്ത്രി തരത്തിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുമൊക്കെ ഉള്ളത്. പല തരത്തിലുള്ള തർക്കങ്ങളാണ് ഭിന്നശേഷി സംവരണ നിയമനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. വലിയ പ്രതിഷേധങ്ങൾ പല കോണിൽ നിന്നുമൊക്കെ ഉയരുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇന്നിപ്പോൾ യോഗം ചേർന്നത്. നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്.